ഡിസംബർ 28-നാണ് തകഴിയിൽ നിന്ന് യു പ്രതിഭ MLAയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും 3 ഗ്രാം കൈവശം വെച്ചതിനും വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. എല്ലാവരെയും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ മാധ്യമങ്ങൾ കള്ളക്കഥയുണ്ടാക്കി വേട്ടയാടുന്നുവെന്നാരോപിച്ച് MLA സമൂഹ മാധ്യമങ്ങളിൽ ലൈവുകൾ നൽകിയതോടെ വിവാദം കൊഴുത്തു. പിന്നാലെ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും യു പ്രതിഭ പരാതിയും നൽകി. തുടർന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തി. കേസെടുത്തപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായെന്നായിരുന്നു കണ്ടെത്തൽ. 1. കുട്ടികൾ കഞ്ചാവ് വലിച്ചത് കണ്ടവരില്ല. 2. വൈദ്യപരിശോധന നടത്തിയതുമില്ല. കേസിന്റെ വിവരം MLAയോട് പറഞ്ഞപ്പോഴും വീഴ്ചയുണ്ടായി. പിന്നാലെ കേസിന്റെ അന്വേഷണം കുട്ടനാട് റേഞ്ചിൽ നിന്ന് എക്സൈസ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറി. ഇവരാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയത്. 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കി. വിദ്യാർത്ഥികൾക്കെതിരെ തെളിവില്ലെന്നാണ് റിപ്പോർട്ട്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കാമെന്നും കോടതിയെ അറിയിച്ചു. കേസ് കോടതിയിൽ തെളിയിക്കാനായാൽ പരമാവധി 5000 രൂപയുടെ പിഴശിക്ഷയാണ് പ്രതികൾക്ക് ലഭിക്കുക. കുട്ടികൾ പ്രതികളാകുന്ന ഇത്തരം ചെറിയ കേസുകളിൽ വിമുക്തി കേന്ദ്രത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.